ആക്ച്വലി ഞാൻ നോർത്ത് കേരളയിലെ മലപ്പുറത്ത് രാമപുരം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ഓക്കെ. 5 വയസ്സിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടു, അച്ഛൻ മരിച്ചുപോയി. പിന്നെ ജ്യേഷ്ഠന്മാരുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. വീട്ടിൽ 5ാമത്തെ ആളായതുകൊണ്ട് ആരും അത്ര മൈൻഡ് ചെയ്യാതെ അങ്ങനെ കൂട്ടത്തിൽ വളർന്നു പോകുന്നതാണ്. കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റായിട്ടുള്ള ഐക്കോഫി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടും. കാരണം ആ സമയത്ത് ഞാനൊരു ഏകദേശം ഒരു 12 വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നതാണ്. ട്രീറ്റ്മെൻറ്റെല്ലാം എടുക്കുന്നത് 3 നേരം മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നതാണ്. മെഡിസിൻ കഴിച്ചിട്ടും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ വലത് കാലിൻ്റെ ഒരു സൈഡ് കാൽപാതൊക്കെ തരിച്ച് പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂറോപ്പതി ആയിട്ടുണ്ട്, ഇനി അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൂണ്ട് വന്നു കഴിഞ്ഞാൽ കാല് കട്ട് ചെയ്യേണ്ടി വരും, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഞാൻ ഐക്കോഫി കഴിച്ചു. ഐക്കോഫി കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു പകുതി മാത്രമേ വിശ്വാസമുള്ളൂ. പക്ഷേ ഐക്കോഫി കണ്ടിന്യൂ ചെയ്തൊരു 35 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 115 വന്നു. ഒരു 12 വർഷമായിട്ട് സംഭവിക്കാത്തൊരു കാര്യമാണ്. ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കോഫി മാത്രം എഗെയിൻ ഒരു ബോക്സും കൂടെ കഴിച്ചു. അപ്പോൾ 138 വന്നു. സാധാരണ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു 150-200 ആയിട്ട് പോരും ഫാസ്റ്റിങ്. പക്ഷെ മെഡിസിൻ ഇല്ലാതെയും ഐക്കോഫിയുടെ സപ്പോർട്ട് കൊണ്ട് 138 ആയുള്ളൂ. അപ്പോൾ എനിക്ക് ബിലീഫ് വന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പതിയെ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മെഡിസിൻ തന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. നോർമലി കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.